ഇതാണോ പുതിയ വീട്? യെസ്. ദേ, നിന്റെ ഇഷ്ടം പോലെ തന്നെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരൊറ്റ വീട് പോലും ഇല്ല. കാം കൂൾ സറൗണ്ടിങ്സ്. ആരും പാട്ട് പാടുന്ന ബഹളമില്ല, കുട്ടികൾ കരയുന്ന ശബ്ദമില്ല. ദേ, ഇനി നീ നൈബേഴ്സുമായിട്ട് വഴക്കടിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഡു യു ലൈക്ക് ദ പ്ലേസ്? ഇതിനെവിടെയാ നീല പെയിന്റ്? നീല പെയിന്റോ? എന്തായി വീടിന് നീല പെയിന്റ് അടിക്കാതിരുന്നെന്ന്? അത് പിന്നെ വീട് മാറുമ്പോ നീല പെയിന്റ് അടിച്ച വീട്ടിലോട്ട് മാറണമെന്നല്ല ഞാൻ ആൽബിച്ചിനോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇപ്പൊ ഒരു നരച്ച കളറ് വാരി തേച്ച് വെച്ചിരിക്കുന്നു. എനിക്കിഷ്ടായില്ല ഈ അളിഞ്ഞ വീട്. എത്തിയോ? വാ മോളെ, വാ കേറി വാ. വീടിന് നീല പെയിന്റ് അടിക്കണമെന്ന് ഞാൻ ആൽബിച്ചിനോട് ഹോസ്പിറ്റലിൽ വെച്ചേ പറഞ്ഞതാ ഗ്രാൻഡ്മ. എന്നിട്ട് അത് അനുസരിച്ചൊന്ന് നോക്ക്. ഇതാണോ കാര്യം? നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ടല്ലേ ഉള്ളൂ. പെയിന്റ് അടിക്കാനും ഭംഗി വരുത്താനും നീ എത്ര സമയം കിടക്കുന്നു? പ്രോമിസ്? ഗോഡ് പ്രോമിസ്. ആൽവി, ആ ഹൗസ് ഓണർ വരുമ്പോഴേ ഈ പെയിന്റ് ഒന്ന് മാറ്റാൻ പറയണം. പിന്നെന്താ മാറ്റാൻ? അന്നാ പിന്നെ അതെന്നോട് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? തുപ്പ്ലം കട്ടി. മോനെ, ഡോക്ടർ എന്താ പറഞ്ഞത്? നത്തിങ് ഗ്രാൻഡ്മ. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം, കാത്തിരിക്കണം, കൂടുതലൊന്നുമില്ല. ഷീൽ ബി ഓൾ റൈറ്റ്. എനിക്ക് ഉറപ്പാ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും എന്റെ മനസ്സ് പറഞ്ഞു ഷീൽ ബി നോർമൽ. ജീസസ് ഇതൊക്കെ നേരിട്ട് തോന്നിപ്പിക്കുന്നതാ. May God bless her. ആ അമ്പാട്ടച്ചൻ രാവിലെ തൊട്ടുള്ള വിളിയാ. നീ വന്നെ പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ആൽബിച്ചൻ ചർച്ചിലേക്ക് പോകുന്നുണ്ടോ? എന്തേ? I'll come with you. ഇപ്പോഴോ? ഈ ഉടുപ്പ് പോരെ? നിനക്കും ഗ്രാൻഡ്മയ്ക്കും കൂടി പിന്നെ പോവാ. പോരാ, എനിക്ക് കുമ്പസാരിക്കണം. കുമ്പസാരിക്കാനോ? യാ, കഴിഞ്ഞ ആഴ്ച ഞാൻ കുറെ പാപങ്ങൾ ചെയ്തിരുന്നു. എനിക്ക് അതെല്ലാം ഫാദറിനോട് പറയണം. എല്ലാ പാപങ്ങളും ചേർത്ത് നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ പറയാം. ഇപ്പൊ എന്റെ മോള് ഇവിടെ ഇരിക്കും. പോരാ, എനിക്ക് ഇന്ന് തന്നെ പോണം. വെറുതെ വാശി പിടിക്കണ്ട. എന്നെ ഇപ്പൊ കൊണ്ടുപോവോ ഇല്ലയോ? ഇന്ന് എന്തായാലും പറ്റില്ല. മിണ്ടരുത് നീ. എന്നെ കൊണ്ടുപോവാൻ നിനക്ക് ഇഷ്ടമല്ല. ഞാൻ നിന്റെ കൂടെ വരണം. നിനക്ക് നാണക്കേട്. അതല്ല കാര്യം. ഞാൻ എപ്പോഴും വീട്ടിനകത്ത് അടച്ചു പൂട്ടി കഴിഞ്ഞോളാം. പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഓടാൻ പാടില്ല. ആലീസ്, ഞാൻ ഉദ്ദേശിച്ചത് വേണ്ട, ഒന്നും പറയണ്ട എന്നോട്. എന്നോട് ആരും സംസാരിക്കാൻ പാടില്ല, ഞാൻ ആരെയും കാണാൻ പാടില്ല. ആലീസ് പ്ലീസ്. You shut up. എന്നോട് നീ മിണ്ടണ്ട. ഗ്രാൻഡ്മ, ആലീസ് നോർമൽ ആവുന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ മാത്രമാവോ? ഇനി എന്നാ അവള്? ഒന്നുമില്ലടാ മോനെ, ഇത് വെറും കുട്ടിക്കുറുമ്പല്ലേ. നീ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇതെല്ലാം മാറിക്കോളും. ഷീ ബി ഓൾ റൈറ്റ്. നമ്മളെന്നും പ്രാർത്ഥിക്കുന്നതല്ലേടാ. നിനക്ക് ഇത്ര ഡിമാൻഡായോ? എവിടെ ആയിരുന്നു? മനഃപൂർവ്വം അല്ല ചോ, ഇന്നലെ വരാൻ പറ്റാത്തോണ്ടാ. ഈ ചെകുത്താന്റെയും കടലിനെയും ഇടയ്ക്കെന്ന് പറയില്ലേ, അത് മറ്റാരുമല്ല, ഈ ആൽബിയ. അത്രത്തോളം കിടന്ന് അനുഭവിക്കാൻ നീ ആര്? യേശുക്രിസ്തു രണ്ടാമൻ? അച്ഛൻ അങ്ങനെയൊക്കെ പറയാം. രാവിലെ തന്നെ ഒരു ലോഹ ഇട്ടുകൊണ്ട് ഇടവകയിലേക്ക് ഇറങ്ങിയാൽ മതി. ഒന്നുകിൽ ഒരു വെഞ്ചരിപ്പ്, അല്ലെങ്കിൽ ഒരു തലയ്ക്ക് പിടുത്തം, ഇതൊന്നും അല്ലെങ്കിൽ ഒരു അന്ത്യകൂതാശ. എങ്ങനെയായാലും 4 നേരം ഞം അടിച്ച് സൂക്ക ജീവിതം. തിരിച്ച് മേടയിലേക്ക് എത്തുമ്പോഴോ ദഹനം കിട്ടാനാന്നുള്ള പേരിൽ ഒരു 3-4 വീഞ്ഞും. ആകെയുള്ള മുതൽ മുടക്കെന്താ? ആരെങ്കിലും ഒന്ന് സ്തുതി പറയുമ്പോ തിരിച്ച് ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നൊന്ന് കാച്ചണം. എന്റെ ഈശോയെ, ആയ കാലത്തൊന്ന് സെമിനാരിൽ പോയിരുന്നെങ്കിൽ ഇന്നൊരു ഷമ്മാശനായിട്ടെങ്കിലും നടക്കായിരുന്നു. മതി മതി, നിർത്ത. പള്ളിക്കകത്ത് കയറി നീ ഇഞ്ചും പണി നടത്തണ്ട. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഒരു ഭാഗത്ത് ബ്രിജിത്താമ്മ, മറുഭാഗത്ത് ആലീസ്. അവരെയല്ലേ നീ ചെകുത്താനും കടലുമായിട്ട് ഉപമിച്ചത്. ആ തള്ളയുടെ കാര്യം ശരിയാ. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് മടങ്ങുമ്പോ എന്റെ മുറി വന്ന് അമ്പാട്ടാച്ചോ വീഞ്ഞിരിപ്പുണ്ടോ എന്ന് ചോദിച്ച പാർട്ടിയാ. ആലീസിന്റെ കാര്യം അങ്ങനല്ലല്ലോ. അവളൊരു പാവമല്ലേടാ. നീ അവളെ ഇങ്ങനെ കൈവെള്ളയെ കൊണ്ട് നടക്കുകയാണെന്ന് അറിയാഞ്ഞിട്ടല്ല. ദൈവം തമ്പുരാൻ നേരിട്ട് അനുഗ്രഹിക്കുന്ന ചില മനുഷ്യരുണ്ട്.
നിന്റെ പെങ്ങൾ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് കരുതിയാ മതി. ഇനി എന്തായാലും ആലീസും അയൽക്കാരുമായിട്ടുള്ള വഴക്ക് കാരണം പുതിയ വീട് അന്വേഷിക്കണ്ട. ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് കൂയി വിളിച്ചാൽ പോലും കേൾക്കാനാളില്ല. ഇന്നലെ ഫോൺ വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ട് ചെല്ലണോന്ന് പറഞ്ഞു ബ്രിജിത്താമ്മ. എങ്കിൽ അച്ഛൻ വൈകിക്കണ്ട. വെഞ്ചരിപ്പ് കഴിയാത്ത വീട്ടില് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഗ്രാൻമയ്ക്ക്. ഓ, നീ പണിഞ്ഞിട്ട് മുരപ്പിത്തിരി കൂടുതലല്ലേ ആൽബി? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള വണ്ടിയല്ലേ അച്ചോ. ഈ ശ്വാസം മുട്ടലും ചുമയും ഒന്നും ഏത് വർഷാപ്പുകാരൻ വിചാരിച്ചാലും നന്നാക്കാൻ പറ്റും. നീ പുറകിലോട്ടിരിക്കും, ഞാൻ നിന്നെ വർഷാപ്പിൽ കൊണ്ടുവിടാം. അത് വേണ്ട, അച്ഛൻ വൈകുന്നേരം വർഷാപ്പിൽ വന്ന് വണ്ടി എടുത്താൽ മതി. നടന്നിട്ടോ? ഒരു വ്യായാമാവട്ടെ അച്ചോ. കുറെ കാലായില്ലേ കുമ്പസാരക്കൂട്ടിലിരുന്ന് നാട്ടുകാരുടെ പാവവും പോക്കരുത്തരൊക്കെ കേട്ട് അങ്ങനെ സുഖിച്ചിരിക്കല്ലേ. ദേഹമൊക്കെ ഒന്ന് ഇളകട്ടെ, മസിലൊക്കെ ഒന്ന് പെരുകട്ടെ. നീ പോടാ പരിശുദ്ധി ഇല്ലാത്തവനെ. ഹലോ, എന്താണ് വിളിച്ചാ കേക്കാത്ത? ചേട്ടാ വിളിച്ചാ കേക്കത്തില്ല ഇവനൊക്കെ. എന്താണ് നിന്നൊക്കെ വിളിച്ചാ കേക്കാത്ത? എന്താണോ തന്നെ വിളിച്ച വിളിയാക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? താനാ ബോണറ്റും പൊക്കി പിടിച്ച് നോക്കിയതാ പോരാ, പണിയണം. ഞാനങ്ങോട്ട് കയറി വരും കേട്ടോ. എന്തോ പുറത്ത് നിൽക്കാൻ. ശ്രീധരൻ എപ്പോഴും. അതെ അതെ, ശ്രീധരൻ തന്നെയാ. ഞാൻ ലോനപ്പനാണോ? അതറിയാവുന്നോണ്ടല്ലോ തന്നോട് പറഞ്ഞ പുറത്ത് നിൽക്കാൻ. പോസ് വേണ്ട. എന്തോ പോസ് വേണ്ടാന്ന്. ഓ ഓ ലോനപ്പനും ശ്രീധരനും ഒരു വർഷോപ്പ് ജോലി. എന്നിട്ട് ലോനപ്പം പുറത്തും ശ്രീധരനകത്തും. നടക്കൂല മോനെ, ഇതിവിടെ നടക്കത്തില്ല. കുടിച്ചിട്ടേ ഈ വർക്ക്ഷോപ്പിനകത്ത് കയറാൻ പറ്റത്തില്ല. അതാര് പറഞ്ഞു? ഇപ്പൊ പറയുന്നത് ഞാൻ തന്നെയാ. ഓ, മെസ്സിരി ആയോണ്ടായിരിക്കും. എന്തോ മെസ്സിരി ആയോണ്ടാണോ? നിന്നെ അകത്തോട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞ ആള് ദേ വന്നു. ഇനി നേരിട്ട് ചോദിച്ച് കേറിക്കോ. സാറേ ഗുഡ് മോർണിംഗ്. മൈൻഡില്ലേ സാറേ? സാറേ നീ ഇങ്ങോട്ട് നോക്ക. ലോലിപ്പിൽ ഇന്നും കുടിച്ച് സങ്കടം കൊണ്ട എന്റെ കൂടി നിർത്താൻ പറ്റുന്നില്ലല്ലോ കർത്താവെന്ന് ഓർത്തപ്പോഴുള്ള വിഷമം കൊണ്ട് അടിച്ചു പോയല്ല. കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. അത് ശരി, മൈൻഡില്ല. എനിക്കും നന്നായിട്ടുണ്ട്. തല്ലുന്നില്ലേ? അത് ശരി, വെറുതെ നിന്നെ തല്ലും. സത്യക്രിസ്ത്യാനിയായ ലോനപ്പൻ നമ്മുടെ നേതാവ് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ മറുകരണം കാണിച്ചു തന്ന ഒന്ന് നുള്ളക്ക് പോലും ഇല്ല. കൊച്ചു കള്ളരി. ഇനി പരിസരത്ത് കണ്ടുപോരുത്. ഓഹോ, അത് ശരി. അപ്പൊ ലോനപ്പൻ ശരിക്കും പുറത്തായി. ഓക്കെ, ഇയാൾ കുറെ പണി. ഇവന്റെ ഒരു പണി. ഹലോ, കൊടുക്കാം. ആൽബിച്ചേട്ടാ. എന്താടാ? മാണിച്ചായനാ. ഞാനിവിടെ ആൽബിച്ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. മാണിച്ചായ നായിന്റെ മോനെ, പിന്നെ നിന്റെ അപ്പനെയാണോടാ നീ ആൽബിച്ചേട്ടാന്ന് വിളിച്ചത്? ഓ മതി മതി മതി, ദാ ഇപ്പൊ കൊടുക്കാം. ഇനി നിങ്ങൾ തമ്മിലായിക്കോ. ഈ തെരുവിളി കേട്ട് വയററച്ചാലേ ഞാൻ കൊണ്ടുവന്ന് ചോറ് വേസ്റ്റ് ആവും. ആൽബിച്ചേട്ടന്റെ കാര്യം ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് മാണിച്ചായ വിശേഷങ്ങൾ? നീ എവിടെ എന്ത് ചെയ്യാടാ ആൽബി? ഒളിച്ചിരിക്കുകയാണോ? അയ്യേ മണിച്ചായ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു. ഇവിടെ പണി നടന്നോണ്ടിരിക്കുക. ദാ ഇപ്പൊ തീരും. ഇപ്പൊ തീരും എന്നെപ്പോഴും പറയാതെ എപ്പ തീരുമെന്ന് ഇപ്പൊ പറയടാ. ഇതെപ്പ തീരും എന്റെ കർത്താവേ? നീയും നിന്റെ അനിയത്തി പിശാചു കൂടി ഒരാഴ്ച മുമ്പ് എന്റെ വീട്ടിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോയപ്പോ നീ എന്തോന്നാ പറഞ്ഞേ? അവളെ കൊച്ചല്ലേ മാണിച്ചായ, ഗീറിട്ട് കളിച്ചപ്പോ വണ്ടി അറിയാതെ ഇളകിപ്പോയി ഇടിച്ചതല്ലേ, ഞാൻ ശരിയാക്കി തരാമെന്ന്. ഇനിയും എന്നെ കളിപ്പിച്ചാൽ റിട്ടയേർഡ് കേണൽ മാണിക്കുരുവിളുടെ സ്വഭാവം നീ അറിയും. അത് പിന്നെ പറയണോ മാണിച്ചായ? നാളെ ഉറപ്പായിട്ടും തന്നിരിക്കും. ദൈവം തമ്പുരാൻ മാണിക്ക് മാത്രമായിട്ട് ചില വാക്കുകൾ വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ അതെടുത്ത് തന്നെ വിളിക്കാത്തത് നിന്റെ അപ്പനും ഞാനും കുറച്ചുകാലം ഒരുമിച്ച് അതിർത്തിയിൽ വെടിവെച്ച് നടന്നിട്ടുള്ളവരാണല്ലോ എന്ന് ഓർത്തിട്ടാ. ഇനി ആ ഔദാര്യം ഉണ്ടാവില്ല. എന്നാലും നിന്റെ പെങ്ങളെ സമ്മതിക്കണം. ഇതുപോലെ കീറിടാൻ ഈ ലോകത്ത് ഒരാൾക്ക് പറ്റത്തില്ല. നോക്കി നിൽക്കാതെ സെറ്റ് ചെയ്ത് തീർക്കണോ. 2 ദിവസമായി ഞാൻ പെടാപ്പാട് വിടുന്നു. രാമേശ്വരത്തെ ക്ഷൗരം പോലെ ആ ലോനപ്പൻ പകുതിയാക്കി ഇട്ടേച്ചു പോയതാ. ഞാൻ എത്ര നോക്കിയിട്ട് ശരിയാവുന്നില്ലെന്നേ. നീ അവനെ ഒന്ന് വിളിക്ക്. കള്ളുകൂടിയനാണെങ്കിലും ഉണ്ടല്ലോ,
കൈപ്പുണ്യമുള്ളവനാ. Correct. തൊട്ടാ മതി ഏത് വണ്ടിയും സ്റ്റാർട്ടാകും. ഒന്ന് വിളിക്കുന്നേ. ദാ, നീ വന്ന്. നിന്നെ തന്നെ ഇവിടെ വരെ. ഞാനോ? ആ അയ്യോ അവന്റെ ഗിയർ ബോക്സ് ഒന്ന് സെറ്റ് ചെയ്യ്. ഞാനൊന്നുമില്ല. നിന്നോടാ പറഞ്ഞത് ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാൻ. അയ്യോ കള്ളു കുടിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല, അറിയാവോ? നിന്നെ ഞാൻ എവിടെയാ അടിച്ചത്? അങ്ങനെ വഴിക്കുവാ എന്നത് ഇവിടെ അടിച്ചേ. നോക്കി നിൽക്കാതെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യണ. എന്നാ പറഞ്ഞ പോരെ. പ്രോബ്ലം. ഓക്കെ മിസ്റ്റർ ശ്രീരമേശ്വരി, ആ 16 രൂപ ഇങ്ങടുത്തെ 46 മോഡൽ മോറിസ് മൈനറിന്റെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുന്ന കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ വാറേ. എന്റെ പുന്നാരം മോനെ, നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ടപ്പോകാം. സ്പൈനർ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് വേണം. ഐ ആം വെയിറ്റിംഗ്. എന്താടാ? ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, ഇങ്ങനെ വാരി തേച്ച് കളയാനാണോ മോളെ ഇത്രയും ചായ വാങ്ങിച്ചു കൂട്ടുന്നത്? എന്തെങ്കിലും നല്ല പടം വരച്ചൂടെ? കണ്ടില്ലേ, ഒരു കൊന്തയോ ഒരു കുരിശോ ദേ ഇതുപോലെ. ദാ ഇപ്പൊ വരയ്ക്കാം. ആ കൊള്ളാം കൊള്ളാം. അയ്യോ അയ്യോ, എന്തുവാ മോളെ ഇത്? ഇപ്പൊ കണ്ട പട്ടാളത്തിന്ന് ഗ്രാൻഡ് പാ നേരിട്ട് വന്ന പോലെ ഉണ്ട്. റെജിമെന്റ് മുഴുവനും വിറപ്പിക്കുന്ന ഗ്രാൻഡ് പായുടെ പേരെന്തായിരുന്നു ഗ്രാൻഡ് മാ? കേണൽ ഇഗ്നീഷ്യസ് ഡിക്കോത്തോ. യെസ്. എന്താടാ ഞാഞ്ഞൂലേ? പിന്നെ എന്തിനാ അവിടെ കിടന്ന് കിണിക്കുന്നത്? മിമിക്രി. നിങ്ങൾ ചിരിച്ചത് മിമിക്രിയിൽ നിന്ന് കാണിച്ചു നോക്കിയതാ. ബ്രിട്ടാനിലേക്ക് വന്ന എന്തിനാ? ആണോ? മേഡ് ഇൻ സ്കോട്ട്ലൻഡ്. ഓക്കേ, കം ഓൺ. നീ അങ്ങോട്ട് നടന്നേ, ഞാൻ ഇതാ വന്നു. ഓക്കേ, സ്പീഡ് അപ്പ് ആൻറ്റി. മോള് സൗകര്യം പോലെ കുടിച്ചാ മതി. ഗ്രാൻഡ്മ ഇപ്പൊ വരാം. പിന്നെ കം ഫാസ്റ്റ്. നീ നടക്കണല്ലോപ്പാ. നീ കുടി നിർത്തിയെന്നില്ലേ പറഞ്ഞത്? സത്യം. ദേ ഇന്ന് കുടിക്കണ്ടെന്ന് വിചാരിച്ചതാ. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡീസന്റ് ആയിട്ട് വർക്ക്ഷോപ്പിലോട്ട് പോകുമായിരുന്നു. അപ്പൊ ആ തേയിലത്തോട്ടത്തിൽ നിന്ന് എന്നൊരു സൗണ്ട് നോക്കിയപ്പോ എന്തുവാ, കഴുത്തെ മുഴുവൻ സൈക്കിൾ ട്യൂബും ചുറ്റി ഒരുത്തൻ പരമശിവനെ പോലെ നിൽക്കുന്നു. ആര്? നമ്മുടെ മുനിച്ചാമി. മുനിച്ചാമി സൗഖ്യമാ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചോളൂ. അവൻ ആ സൈക്കിൾ ട്യൂബ് അങ്ങോട്ട് തുറന്നിട്ടുണ്ടല്ലോ, ഷർന്നും പറഞ്ഞ് ഒരു വെട്ട് ഗ്ലാസ് നിറച്ച് നല്ല നാടൻ വാറ്റ് അങ്ങോട്ട് ഒഴിച്ചു തന്നു. ലോനപ്പൻ്റെ അടുത്ത് അവൻ്റെ കളി. ഞാൻ വെറുതെ വിടുവോ? ഇതേ ഗ്ലാസ് അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടല്ലോ. വെള്ളം ഒഴിച്ചിട്ടില്ലടാ. ഓഫ്, മറന്നുപോയി. അങ്ങനെ അതും കുടിച്ച് കർത്താവ് ഈശോമിശിയോട് സത്യം ചെയ്ത് തെറ്റിച്ചല്ലോ കർത്താവ് എന്ന് ഓർത്തപ്പോൾ വിഷമം കൊണ്ട് പിന്നെയും കുടിച്ച്. അങ്ങനെ ലോനപ്പൻ ഫുൾ ഫിറ്റ്.
സമ്മതിക്കില്ല അവള്. ചെല്ലി ചെല്ലി ചുമ്മാ. Yes, coming, coming. Don't shout, don't shout. എനിക്ക് പേടി, എനിക്ക് ഇപ്പൊ ഇറങ്ങണം. അയ്യോ എന്റെ കർത്താവേ, നീ എന്തിനാണ് ഈ മോളെ ആ അകത്ത് കയറി കൂടിയത്? എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഗ്രാൻഡ്മ, ഞാൻ ഇപ്പൊ താഴേക്ക് ചാടും. അയ്യോ വേണ്ട മോളെ വേണ്ട, അബദ്ധമൊന്നും കാണിക്കല്ലേ. എനിക്ക് താഴേക്ക് നോക്കാൻ പറ്റുന്നില്ല ഗ്രാൻഡ്മ, തല ചുറ്റുന്നു. എന്തിനാണ് ഈ താഴോട്ട് നോക്കുന്നത്? മുകളിലോട്ട് നോക്കിയിരിക്കേ. കർത്താവേ, അയ്യോ catch. പിടിച്ചോണ്ടിരിക്കെ, ആന്റി. പിടിച്ചോ. ഹേയ്, ഇവിടെ എന്താ പ്രോബ്ലം എന്താ? എടാ എന്റെ കൊച്ചിനെ അങ്ങോട്ട് നോക്കടാ. ഇത് രൂപക്കൂട്ടി മാറാതിരിക്കുന്നതാണ് കൊണ്ടല്ലോ. നിന്നെ കൊന്നുകളെ ഞാൻ. അവളെ ഒന്ന് ഭൂമിയിലോട്ട് ഇറക്കടാ. അത്രയല്ലേ ഉള്ളൂ. ഡോണ്ട് വറി, ഓക്കെ? ചെല്ലടാ. കർത്താവേ, ശരിയൊക്കെ മാറ്റി. ഇതാരും ഇവിടെ നീ ഒന്ന് വേഗം ചെല്ലടാ. കൊണ്ടുപോയി ഡിസ്റ്റർബ് ചെയ്യല്ലേ പ്ലീസ്, ഓക്കെ? ഈശോയെ. എടാ ലോനപ്പാ, നീ ഒന്ന് പെട്ടെന്ന് കേറടാ. ആന്റി ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയില്ല, ഞാനില്ലേ ഇവിടെ. മോളെ അവിടെ ഇരുന്നു. ഐ ആം കമ്മിങ്, യു വെയിറ്റിംഗ്. ഇതൊക്കെ വെറും സില്ലി മാറ്റേഴ്സ് അല്ലേ എന്നോടാ കളി. ഏണി മൊത്തം പടിയാ. ഒന്ന് വേഗം ചെല്ലടാ. എന്റെ ആന്റി പേടിക്കണ്ടെന്ന് പറഞ്ഞു, ഞാനിവിടെ ഉണ്ടെന്ന്. അയനോട്ട് പ്രോബ്ലം, എനിക്ക് പ്രശ്നമില്ലെന്ന്. മനുഷ്യനായ പേടി പാടില്ല, അറിയോ? അയ്യോ എന്റെ ഈശോയെ. ഞാനും കൂട്ടി കേറി വന്നവരുണ്ടല്ലോ. മോളെ സൂക്ഷിച്ച് പിടിച്ചിരിക്കെ. ഞാൻ ഇപ്പൊ ആന്റിയെ വിളിക്കാം. ആന്റി ആണോ ഫയർഫോഴ്സിലേക്ക് വിളിക്കാൻ? എന്താ 101ലേക്ക് വിളിച്ച് അവരെ ഇങ്ങോട്ട് വരുത്താൻ. അല്ലാതെ ആദ്യത്തെ വന്നാൽ ഇതുപോലെ തൂക്കിക്കിടക്കാനാ പഠിച്ചു. ഇവിടെ എന്നെ കൊണ്ട് പോകത്തുള്ളൂ തോന്നുന്നത്. എന്റെ കർത്താവ്, ആ സ്കോച്ചിന്റെ പകുതി അവിടെ ഇരിക്കുക. അത് ആ തള്ള ഒറ്റക്കടിച്ച് തീർക്കും. എന്റെ ദൈവമേ. ഹലോ ഫയർഫോഴ്സ്. സാറന്മാരെ, മോളെ, പതുക്കെ. വലിച്ചു പിടിക്കാം. സൂക്ഷിച്ച്. ആ മതി 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 മതി. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല ആൽവി, ഒന്ന് കണ്ണ് തെറ്റിട്ട് അവള് ഓടിനടയ്ക്ക് അവള് മുകളിലോട്ട് കയറി. വാ. ഇനി ലോനപ്പിനെ ഇറക്കണ്ടേ? എവിടെ? ദാ അവിടെ. ഉറങ്ങുന്നവരെ ശല്യം ചെയ്യല്ലേ പ്ലീസ്. നിന്നോടല്ലേ പ്ലീസ്. ചുമ്മാ ഇരിക്കാൻ. പിടിക്കല്ലേ. എന്നെ കൊല്ലാൻ കൊല്ലുന്നത്. എന്നെ കൊല്ലും. വിടാൻ. ഇങ്ങോട്ട് പറ. എന്നെ പറ്റത്തില്ല. എന്നെ വിടാൻ. സംഭവിച്ചു പോയി എന്ന ഒഴിവൊഴിവ് കേൾക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അവൾ ആശുപത്രിയിൽ തന്നെ താമസിപ്പിക്കാൻ ഡോക്ടേഴ്സ് പറയാഞ്ഞിട്ടല്ല. വീടിന്റെ അന്തരീക്ഷമാവുമ്പോ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാ. അയൽക്കാരുമായിട്ട് വഴക്ക് കൂടി ഇനി അസുഖം കൂട്ടണ്ടെന്ന് കരുതിയിട്ടാ ഇങ്ങനൊരു വീടെടുത്ത് ഇവിടേക്ക് താമസം മാറ്റിയത്. ഇത് അതിലും വലിയ കുരിശായോ? ഇത്രയൊക്കെ കുഴപ്പമുണ്ടാവുമെന്ന് ഞാനും ചിന്തിച്ചില്ല. എങ്ങനെ ചിന്തിക്കാനാ? ഇവിടെ അടിച്ച് പൂസായിരുന്നില്ലേ? ആൽബി, ഗ്രാൻഡ്മയ്ക്ക് നാണാവൂലേ ആ ലോനപ്പന്റെ കൂടെ നിന്ന് കള്ളു കുടിക്കാൻ? എന്നും വൈകിട്ട് 2 എന്നുള്ള കണക്കായിരുന്നല്ലോ. ഇനി മുതൽ വേണമെങ്കിൽ രാവിലെ തൊട്ടൊക്കെ തുടങ്ങിക്കോ. അവളെ ഏതെങ്കിലും ആശുപത്രിയിലും നിങ്ങളെ വല്ല വൃദ്ധസദനത്തിലും ആക്കി ആ വർഷാപ്പും പൂട്ടി ഞാൻ എവിടേക്കെങ്കിലും പോയേക്കാം. എല്ലാ കാലത്തും ഇങ്ങനെ 2 എണ്ണത്തിന് മേച്ചോണ്ട് ഇടയനെ പോലെ നടന്നോളാന്ന് ഞാനൊരു പള്ളിയിൽ നേർച്ചൊന്നും നടന്നിട്ടില്ല. ഹോ, വർഷം 5-6 ഞാനിങ്ങനെ ആശുപത്രി, വീട്, വർഷാപ്പ് എന്ന് പറഞ്ഞ് ഷട്ടിൽ അടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തിരി മനസമാധാനം കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗ്രാൻഡ്മയുടെ അശ്രദ്ധ കൊണ്ട് അത് ഇല്ലാണ്ടാക്കരുത്. ഡാർലിംഗ്, പൂതി ഉണ്ടെങ്കിൽ എന്തിനാ ബ്രിഡ്ജ് കൊച്ചെ കൺട്രോള് എടുത്തങ്ങ് കഴിച്ചേക്കെന്ന് നിങ്ങൾ പറയാറുള്ളതല്ലേ? എന്നിട്ടിപ്പോ കൊച്ചുമോന്റെ വായിരിക്കുന്ന ചീത്ത മുഴുവൻ എന്നെ കൊണ്ട് കേൾപ്പിച്ചില്ലേ? സമാധാനമായല്ലോ. ഇനി ഗ്രാൻഡ്പയോട് സങ്കടം ബോധിപ്പിക്കാൻ തുടങ്ങണ്ട. പരലോകത്തെങ്കിലും ആ മനുഷ്യത്തിന് സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ.